ഇന്നിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ടൊറൻറ്റോയിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി 11 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ പുറത്ത് ജസ്റ്റ് ഒരു ഫൈനൽ ഷോപ്പിങ്ങിന് പോവുകയാണ്. അതോടുകൂടി കലാപരിപാടി തീരുകയാണ്. അപ്പോൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയേക്കാം. നമ്മൾ രാവിലെ അങ്ങനെ ടൊറൻറ്റോ പ്രീമിയം ഔട്ട്ലെറ്റ് മോളിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രീമിയം ഔട്ട്ലെറ്റ് മോളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ കിട്ടും. എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഗുച്ചി ഉണ്ട്, ബോസ്, പീപ്പിൾസ്, സെയിൻറ്റ് ലോറൻറ്റ്, അർമാനി, എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള അതൊക്കെയാണ് കാണുന്നത്. ഇവിടെ നൈക്കിയുടെ ഷോറൂമിൽ കയറാനുള്ള തിരക്കാണ്. ഇവിടെ എപ്പോഴും ഓഫറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരിങ്ങനെ ക്യൂ. ബാക്കി ഒരു ഷോപ്പിൽ ഇത്രയും ക്യൂ ഇല്ല. നമ്മൾ ടോമി ഹിൽഫിഗറിൻ്റെ ഔട്ട്ലെറ്റ് ഒന്ന് പോകാമെന്ന് കരുതിയാണ്. അതിൻ്റെ എംബ്ലം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേക്കാം. നല്ല സാധനങ്ങളെല്ലാം ഉണ്ടോന്ന്. ബി റിയൽ ഫ്രൂട്ട് എന്നും പറഞ്ഞ ഒരു സ്ലഷി ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണത്. ബബിൾ ടീ ഒക്കെ കിട്ടുന്ന. അവിടെ എന്നാ പറയണം, വെറൈറ്റി ടൈപ്പ് ജ്യൂസുകൾ കിട്ടും നമുക്ക് കഴിക്കാൻ. ഇവിടെ ഒരു മാംഗോ ഒക്കെ ചെയ്യുന്നുണ്ടോ, എന്ത് ഫാസ്റ്റായിട്ടാണ്. എല്ലാം റിയൽ ഫ്രൂട്ട് ഇട്ടാണ് ചെയ്യുന്നത്. മാംഗോ തൊലി വിളിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട്. ഇവിടുത്തെ മെനുവിൻ്റെ ലിസ്റ്റ് കാണാം. പല ടൈപ്പ് ബബിൾ ടീസും സ്ലഷി സ്മൂത്തീസും എല്ലാം ഉണ്ട്. വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് കൂട്ടി വെച്ചിരിക്കുകയാണ്. അത് മൊത്തം ഫ്രൂട്ട്സാണ്, റിയൽ ഫ്രൂട്ട്സ്. അത് വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കണം. അങ്ങനെ റിയൽ ഫ്രൂട്ട് സ്ലഷി കിട്ടി. നമ്മൾ എല്ലാം മാംഗോ ഫ്ലേവറാണ് മേടിച്ചത്. പിള്ളേർ കോഫിയുടെ ഒക്കെ ഫ്ലേവർ മേടിച്ചു. ഞാൻ മേടിച്ച് മാംഗോ മിക്സഡ് ജെല്ലി ഉള്ളത്, പിന്നെ മാംഗോ ചങ്ക്സ് വിത്ത് ടോപ്പിക്കാണുള്ളത്. അതാണ് നമ്മൾ മേടിച്ചത്. ടേസ്റ്റ് ഓക്കെയാണ്. റിയൽ മാംഗോയുടെ ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. എല്ലാം തിരക്കാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ കയറിയാണ് നമ്മൾ സാധനം വാങ്ങിച്ചത്. നമ്മുടെ ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും റിയൽ ഫ്രൂട്ടായിട്ടല്ല കിട്ടുന്നത് ഇത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇംഗ്ലണ്ടിൽ തിരിച്ചു പോകാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ ചെക്കിനെല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലഗേജ് എയർ ട്രാൻസിറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നുമില്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്യണത് കമ്പ്യൂട്ടറിൽ ചെക്ക് ഇൻ ചെയ്യണം. അവിടുന്ന് നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസും കിട്ടും, ബാഗേജിൽ ഒട്ടിക്കാനുള്ള ടാഗും കിട്ടും. അപ്പോൾ ആ ടാഗ് എടുത്തിട്ട് നമ്മൾ തന്നെ ഒട്ടിക്കണം. നമ്മൾ തന്നെ ഒട്ടിച്ച് ലഗേജ് ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി എഗെയിൻ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുമ്പോൾ അതാട് ബോർഡിംഗ് പാസിൻ്റെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ലഗേജ് കയറ്റി വിടണം. അങ്ങനെ ലഗേജ് കയറ്റി വിട്ടാണ് ഓരോന്നും. അത് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാട്ടോ. എയർ ഹോസ്റ്റസ്മാർ ഭയങ്കര അലമ്പ്. നമ്മളെക്കാളും അലമ്പാന്ന് തോന്നുന്നു ഇവർ. പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ് നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് വേണം. ഇനി ഇൻ കേസ് ഇങ്ങനെ കൂടിപ്പോയാലും അവിടെ ഈ ചെക്ക് ഇൻ ചെയ്യണതിൻ്റെ അടുത്ത് ലഗേജിൻ്റെ വെയിങ് മെഷീനുണ്ട്. പക്ഷേ ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് പിന്നെ റീപാക്കിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്യണം, നമ്മൾ തന്നെ ലഗേജ് കയറ്റി വിടണം. അപ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് നോക്കി കയറ്റിക്കൊണ്ട് വരിക. അതാണ് നല്ലൊരു ഓപ്ഷൻ. നമുക്കിവിടുന്ന് രാത്രി 11:50 ഫ്ലൈറ്റ്. നമ്മൾ ടൊറാൻഡോ ടൈം. നമ്മൾ അവിടെ ചെല്ലുന്നത് രാവിലെ 11:40 രാവിലെ. അപ്പോൾ 4 മണിക്കൂറിൻ്റെ അടുത്ത് വ്യത്യാസമുണ്ട്. നമുക്ക് നല്ലൊരു ജെറ്റ് ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിവേ
2 ദിവസം കഴിഞ്ഞേ ഡ്യൂട്ടി ഉള്ളൂ. ഇടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ഉറങ്ങി തീർക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യത്തോടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇതുപോലെ നടക്കാനുണ്ട്. നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് നടക്കുക. നമുക്ക് B2C ഗേറ്റിലാണ്. അപ്പോൾ ഇതുപോലെ അവസാന നിമിഷം വരരുത്. കാരണം ഇത്രയും നമ്മൾ നടന്നെത്തണം. ലഗേജൊക്കെ നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ നേരത്തെ വരാൻ ശ്രമിക്കുക. പിന്നെ ടൊറൻറ്റോയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ് റെഡിയായി. ഫ്ലൈറ്റിൽ ക്യാപ്റ്റനെ കയറി ഇന്നതിൻ്റെ ചെക്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ചെക്സ്. നമ്മുടെ എയർ ട്രാൻസാറ്റാണ്. എയർബസ് 321. ചെറിയ ഫ്ലൈറ്റ് കേട്ടോ. എന്നാലും ചെറിയ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സിൻ്റെ A380 പോലെയൊന്നുമല്ല, എയർബസ്സാണ്. അത്ര ചെറുതുമല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൊറൻറ്റോ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മാഞ്ചസ്റ്ററിൽ വെച്ച് കാണാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നല്ല ഫ്ലൈറ്റാണ്. നല്ല സീറ്റിംഗ് എല്ലാം ഓക്കെയാണ്. നല്ല കംഫർട്ടബിളാണ്. 3 സീറ്റ് വെച്ചാണ്. ഒരു സൈഡിൽ 3യും മറ്റേ സൈഡിൽ 3യും അങ്ങനെ 6 സീറ്റാണ് ഉള്ളത്. അങ്ങനെ 7.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഭൂമിയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 11 മണി കഴിഞ്ഞു. രാവിലെ ഇച്ചിരി ക്ലൗഡിയാണ് ക്ലൈമറ്റ്. പറന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിലോട്ട് ഇറങ്ങുന്ന രംഗമാണിത്. ആകാശത്ത് ശകലം സ്ലൈറ്റ് റെയിനും ഉണ്ട്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അത് നമുക്ക് കാണാം. അതാണ് ഫ്ലൈറ്റിൻ്റെ വിങ്സിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം തെറിക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ നമ്മൾ ടൊറൻറ്റോയിൽ അങ്ങ് ഇറങ്ങിയപ്പോൾ കണ്ട പോലെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊന്നുമില്ല. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ രാത്രി അവിടെ നിന്ന് പോണേ. അതുകൊണ്ട് ഷൂട്ട് ചെയ്തെങ്കിലും കുറച്ച് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ടൊറൻറ്റോ ടൗണിൻ്റെ രാത്രി ദൃശ്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പകൽ 11 മണി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ക്ലിയർ ആണ്. പിന്നെ വിൻഡോയിലൊരു ശകലം ഈർപ്പം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത്. ഫ്ലൈറ്റ് അങ്ങനെ താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പ്രോപ്പർ മാഞ്ചസ്റ്ററിൻ്റെ ഏരിയ എത്തി. അതാണ് ഇത്രയും ബിസി ആയിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം കാണിക്കുന്നത്. നേരെ അത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഏരിയയിലോട്ടെത്തി. ഫ്ലൈറ്റ് ഏതാനും നിമിഷത്തിനുള്ളിൽ ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കനേഡിയൻ യാത്രയുടെ ഈ ട്രിപ്പിൻ്റെ എൻഡായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടിയെടുത്ത് വീട്ടിലോട്ട് പോകണം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം റെസ്റ്റ് വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ എന്നാണുള്ളത്. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ പുതിയ വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല രാജ്യങ്ങളൊക്കെ പോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഉള്ള നല്ല വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യാമെന്നും വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. If you need assistance getting off the aircraft today, please remain seated until all other passengers have left, at which time we'd be pleased to assist you. We hope you enjoyed your flight. It's been a pleasure having you on board, and thanks again for choosing it. മാഞ്ചസ്റ്ററിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ കീ കളക്ട് ചെയ്തു. കീ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയപ്പോൾ ഒരു സ്ലിപ്പ് വന്നില്ലേ, ആ സ്ലിപ്പ് കൊണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനെ തന്നെ കാണിക്കും ഏത് ബോക്സിലാണ് നമ്മുടെ കീ ഇരിക്കുന്നതെന്ന്. ജസ്റ്റ് പോയി ആ കീ എടുത്തുകൊണ്ട് വന്നിട്ട് കീ എടുത്ത് കഴിയുമ്പോൾ കീയിലുണ്ടാവും എവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന്. എൻ്റെ കയ്യിൽ ബ്ലൂ എ എന്ന് എഴുതിയേക്കണേ. അപ്പോൾ നമുക്കിവിടെ ബ്ലൂ സോണിൽ എയിലായിരുന്നു നമ്മുടെ കാറ് കിടന്നേ. അതുകൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ഓരോ സോണുകളുണ്ട്. ഇവിടെ കാണുവാണെങ്കിൽ കണ്ടോ, ഇവിടെ റെഡ് സോൺ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. റെഡ് D&E എന്ന് പറഞ്ഞ പോലെ ബ്ലൂ എയിലായിരുന്നു നമ്മുടെ കിടന്നത്. അപ്പോൾ ഈസി ഉണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പോൾ കണ്ടുപിടിച്ചു, സാധനം എല്ലാം കയറ്റി വെച്ചു, റെഡിയായി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഹോളിഡേ ട്രിപ്പ്, കാനഡിയൻ ട്രിപ്പ് തീരുകയാണ്. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.